ഞങ്ങളെ വെടിക്കെട്ട് കാണാൻ പോവാണ്. ഒരാഴ്ച മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പോകണമെന്ന്. അങ്ങനെ 4 മണിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ജലേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവിടെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് 5 മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുമ്പോൾ. ഈ കാണുന്നത് അഞ്ജലേച്ചിയുടെ വീടാണ്. എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത്. എന്താ പറയുക, കുറേ പൂക്കളും കുറേ ചെടികളും കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമാണ്. അത് ഒരു വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പക്ഷെ അവർക്ക് ആ ഫീലൊന്നും ഇല്ല കേട്ടോ. കാരണം അവർ ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്നതായ കാരണം അവർക്ക് അങ്ങനെ പ്രത്യേക ഒരു ഫീലൊന്നുമില്ല. കണ്ടില്ലേ അമ്പലമൊക്കെ? ബാക്കിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചു എന്നാണ് പറഞ്ഞ അമ്മ. പിന്നെന്താ, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈമിലൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അഞ്ജലേച്ചിയുടെ മോന് ലൈസൻസ് കിട്ടി. അതുകൊണ്ട് അവരൊരു സ്കൂട്ടിയിലും ഞങ്ങൾ വേറൊരു സ്കൂട്ടിയിലായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി മുതുവറ എത്തിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ച് വീണ്ടും അമലയുടെ അതിൽ കൂടെ തന്നെ വേറെ വഴിയിൽ കൂടെ വന്നു. അങ്ങനെ എല്ലായിടത്തും ബ്ലോക്കായിരുന്നു കേട്ടോ. അവിടെയും ഞങ്ങൾ കുറേ നേരം നിന്നു. 5:10 കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾ തൃശ്ശൂർ എത്തുന്നത് 7 മണി കഴിഞ്ഞിട്ടാണ്. അത്രയും ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് വരെ എത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ റൗണ്ടിലേക്ക് കയറി. അവിടെയൊക്കെ നടന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇങ്ങനെ കൺജസ്റ്റഡായിട്ടുള്ളിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നടക്കുമ്പോഴാണ് അത് കണ്ണിൽ പെടുന്നത്. ഈ തൊപ്പി, അത് അഞ്ജലേച്ചിക്ക് നിർബന്ധം വാങ്ങിക്കണം, എല്ലാവർക്കും വയ്ക്കണമെന്ന്. പക്ഷെ മൂത്താൾ വെച്ചില്ല കേട്ടോ. ഞങ്ങൾ ബാക്കി 3 പേരും വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. അത് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന്. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി അല്ല, ബേൽപൂരിയോ എന്താ എനിക്ക് ശരിക്കറിയില്ല, അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി അത് കഴിച്ചു. എനിക്കത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു വട്ടേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞതേ വെടിക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് രണ്ടാമത്തെ വെടിക്കെട്ട് കൂടുതൽ ഇഷ്ടമായത് പാറമേക്കാവിൻ്റെ. ഫസ്റ്റത്തെ എനിക്ക് അത്ര അങ്ങോട്ട് പോരാൻ തോന്നി. നല്ല തിരക്കായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് വിയർത്ത് കുളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വേഗം കിട്ടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 20 മിനിറ്റ് ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഫുഡ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാനൊരു വെജ് ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ടേസ്റ്റ് തോന്നിയില്ല. ഞാൻ ഹാഫ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ബ്ലോക്കായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.